ചാപ്റ്റർ 13 സൗണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങാണ്. സൗണ്ട് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങാണ്. സൗണ്ട് പറയുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പലതരം സൗണ്ടുകൾ കേൾക്കാറുണ്ട്. നമ്മളുടെ ഓരോ ആളുകളുടെയും സൗണ്ട് വ്യത്യസ്തമാണ്. ഒരാളുടെ ശബ്ദം പോലെയുള്ള മറ്റൊരാളുടെ ശബ്ദം നമുക്ക് ശബ്ദം കേട്ടിട്ട് ആള് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതേപോലെ പക്ഷികളുടെയും മറ്റുള്ള ഓരോ ശബ്ദങ്ങളും വ്യത്യസ്തമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും വ്യത്യസ്ത സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിലൊക്കെ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് തന്നെ കുറേയധികം വ്യത്യസ്ത സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ വീണ, അതിൻ്റെ ഓരോ സ്ട്രിങ്ങിനും വ്യത്യസ്ത സൗണ്ടാണ്. ഓരോ സ്ട്രിങ്ങിൻ്റെയും ഓരോ എൻഡിൽ വ്യത്യസ്ത സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ഉപകരണങ്ങളും വ്യത്യസ്തമായ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഒരു ഉപകരണം തന്നെ വ്യത്യസ്ത സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഉപകരണത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യത്യസ്ത ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗണ്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അവർ ഡെയിലി ലൈഫ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് സൗണ്ടിനുള്ളത്. സൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സങ്കല്പിക്കാൻ വയ്യ, അല്ലേ? നമുക്ക് ജീവിക്കണമെങ്കിൽ ശബ്ദം വേണം. നമ്മൾ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നമ്മളുടെ നല്ലൊരു ശതമാനം നമ്മൾ ശബ്ദം വെച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശബ്ദം നമ്മളെ സഹായിക്കുന്നു. നമ്മളെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ വളരെയധികം വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വൈബ്രേറ്റിംഗ് ബോഡിയാണ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വൈബ്രേറ്റിംഗ് ബോഡിയാണ്. എന്താ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ? വൈബ്രേഷൻ ഇസ് ദ ടു ആൻഡ് ഫ്രോ ഓർ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ടു ആൻഡ് ഫ്രോ, ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുക. ഏത് വസ്തുക്കൾ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ വൈബ്രേഷൻ്റെ ഫലമായിട്ടാണ് സൗണ്ട് ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മളൊരു സ്കൂൾ ബെല്ലടിക്കാറുണ്ടല്ലോ സ്കൂളിലൊക്കെ. ആ ബെല്ലടിക്കുന്ന സമയത്ത് ആ ബെല്ല് വൈബ്രേറ്റ് ചെയ്യാണ്. അത് തട്ടുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യാണ്. നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിട്ട് നമ്മളൊന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും. അതൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഡ്രമ്മ് അല്ലെങ്കിൽ സ്ട്രെച്ചഡ് മെംബ്രെയിനുള്ള ചെണ്ടയോ അല്ല അതുപോലെ ഏതെങ്കിലും സാധനത്ത് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ട്രെച്ചഡ് മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതേപോലെ നമ്മളുടെ എല്ലാ ബ്യൂഗിളാവട്ടെ, ഇനി ബ്യൂഗിളൊന്നും വേണ്ട, നമ്മളൊരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് അത് നടുവെ മടക്കുക, എന്നിട്ട് അതിന് ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഊതി കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ചില ആളുകളൊക്കെ നാവ്, അല്ലേ, നമ്മുടെ നാവ് ചുണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. വിസിലുകൾ, പല സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ തരം ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതെല്ലാം സാധനങ്ങൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ കണ്ടു. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്സും ആണ് പറയുന്നത്. വീണയാണെങ്കിൽ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. സിതാറ്, വയലിന്, തബല, മൃദംഗം ഒക്കെ, സിതാറ്, വയലിനൊക്കെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. തബല, മൃദംഗം, ഡ്രമ്മൊക്കെ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ്. ഒരു തൊലി വലിച്ചു കിട്ടുക, അല്ലേ? സാധാരണ അതിൽ മൃഗത്തിൻ്റെ തൊലിയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഷെഹനായി, അതേപോലെ ഫ്ലൂട്ട്, മൗത്ത് ഓർഗനൊക്കെ എയർ കോളംസ് ആണ്. നമ്മൾ എയർ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ തന്നെയാണ് ഇവയെല്ലാം. Some musical instruments produce sound when they are beaten or struck. ഇതൊക്കെ നമ്മൾ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമ്മൾ ഒരു 5-6 ഗ്ലാസ്സുകൾ എടുക്കുക. ഓരോ ഗ്ലാസ്സിലും വ്യത്യസ്ത അളവിൽ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളൊരു ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഓരോ ഗ്ലാസ്സിന് അടിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന വ്യത്യസ്ത സൗണ്ട് ആയിരിക്കും. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓരോ ഗ്ലാസ്സിലും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് ആ ഗ്ലാസിൻ്റെ വൈബ്രേഷന് വ്യത്യാസം വരും. അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ സാധനങ്ങളും, ബെല്ലാവട്ടെ അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളൊക്കെ, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ അനുസരിച്ചാണ് ഉണ്ടാവുക.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മനുഷ്യനിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. ഓരോരുത്തരുടെ ശബ്ദവും വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ 2 ശബ്ദമുള്ള ആളുകളെ കണ്ടെത്തുക പ്രയാസമാണ്, ഉണ്ടാവാം, പക്ഷെ അത് പ്രയാസമാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു 10-600 കുട്ടികളുണ്ടെങ്കിൽ 600 ആളുകളുടെ ശബ്ദം വ്യത്യസ്തമായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആളാരാണെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് മനുഷ്യനിൽ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. In humans, sound is produced by the voice box or larynx. It is the upper part of the windpipe. 2 vocal cords are stretched across the voice box, leaving a narrow slit. When the lungs force air through the slit, it vibrates and produces sound. മനസ്സിലായോ? മനുഷ്യനിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുക വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാറിങ്സ് എന്നാണ്. വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാറിങ്സ് എന്ന് പറയുന്ന ഭാഗമാണ് മനുഷ്യനിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ വിൻഡ് പൈപ്പിൻ്റെ അപ്പർ പാർട്ടാണ്. വിൻഡ് പൈപ്പിൻ്റെ അപ്പർ പാർട്ട്, വിൻഡ് പൈപ്പ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. വിൻഡ് പൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫുഡ് പൈപ്പും ഉണ്ട്. ഈ ഫുഡ് പൈപ്പിൽ നിന്ന് കുറച്ചുകൂടെ എയർ ഫുഡ് പൈപ്പിലൂടെ പോയിട്ട് പിന്നെ വിൻഡ് പൈപ്പിലേക്ക് മാറുക ചെയ്യുക. ആ വിൻഡ് പൈപ്പിൻ്റെ അപ്പർ പാർട്ടാണ് ലാറിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് വിളിക്കുന്നത്. അതിൽ 2 വോക്കൽ കോഡ്സ് ഉണ്ടാവും, സ്ട്രെച്ച്ഡ് അക്രോസ് ദി വോയിസ് ബോക്സ്, ലിവിങ് എ നാരോ സ്ലിറ്റ്. വളരെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 2 സ്ലിറ്റുകൾ ഉണ്ടാവും. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വളരെ ചെറിയ ഒരു ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ വളരെ ചെറിയ ഒരു സ്ലിറ്റ്, ഇങ്ങനെ വളരെ ചെറിയ ഒരു ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് 2 സ്ലിറ്റുകൾ ഉണ്ടാവും. ഇത് വളരെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് വലിച്ചു വെച്ച് 2 സ്ലിറ്റ്. ഇതിന് ഈ 2 സ്ലിറ്റിനിടയിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് വൈബ്രേറ്റ് ചെയ്യും. നമ്മളെ ലങ്സിൽ നിന്ന് നമ്മളെ എയർ കോളംസ് എയറിനെ പുറത്തേക്ക് ശക്തിയായിട്ട് തള്ളും. ഇങ്ങനെ ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളുന്ന എയർ ഇതിനുള്ളിലൂടെ പാസ് ചെയ്യും, വോക്കൽ കോഡ്സിനുള്ളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ടിന് നമ്മൾ നാവ് ഉപയോഗിച്ച് വ്യത്യസ്ത അക്ഷരങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് വിടും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാറിങ്സ് എന്ന് പറയുന്ന സാധനം ആളുകളുടെ പ്രായത്തിനും വലിപ്പത്തിനൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് ആ സ്ലിറ്റുകളുടെ വൈബ്രേഷൻ വ്യത്യാസപ്പെടും, അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ടും വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യനിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൗണ്ട് റിക്വയേഴ്സ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ, ട്രാവൽ ചെയ്യണമെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു വഴി, ഒരു പാത്ത് വേണം. ഒരു വഴിയിലൂടെ സൗണ്ടിന് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ലൈറ്റ് ഇതിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമില്ല. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ സൗണ്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. അതുകൊണ്ട് സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. അപ്പം സൗണ്ട് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും ഒക്കെ സൗണ്ട് മൂവ് ചെയ്യും. പക്ഷെ ഒരു മീഡിയം ഇല്ലാതെ വാക്വത്തിലൂടെ സൗണ്ടിന് മൂവ് ചെയ്യാൻ കഴിയില്ല. കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരീക്ഷ വെക്കാവുന്ന കുറേ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങളൊരു ടേബിളിൻ്റെ ഒരു എൻഡിൽ നിങ്ങളുടെ ചെവി വെക്കുക, എന്നിട്ട് മറ്റേ എൻഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അല്ലേ? നമ്മൾ ചെവി ടേബിളിൽ വെക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ടും ചെവി ടേബിളിൽ നിന്ന് എടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ടും വ്യത്യസ്തമാണ്. നിങ്ങളൊക്കെ പരീക്ഷിക്കാറുള്ള, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പരീക്ഷിക്കാറുള്ള ഒരു കാര്യം അത് അല്ലേ? അപ്പം നമ്മൾ ചെവി ടേബിളിൽ വെച്ചതിന് ശേഷം ഒരു എൻഡിൽ നിന്ന് മുട്ടുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ആ ടേബിളിലൂടെയാണ്. മനസ്സിലായോ? ആ സോളിഡാണ്, ആ സോളിഡിലൂടെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചെവി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം മുട്ടുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ശബ്ദം ട്രാവൽ ചെയ്യുന്നത് എയറിലൂടെയാണ്. മനസ്സിലായോ? അപ്പം 2 സമയത്തും നമ്മൾ കേൾക്കുന്ന ശബ്ദം വ്യത്യസ്തമാണ്. എയർ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, ടേബിൾ എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഇതേപോലെ വെള്ളത്തിലൂടെയും സൗണ്ട് പാസ് ചെയ്യും.
നമ്മൾ സാധാരണഗതിയിൽ ടെലിഫോൺ ഉണ്ടാക്കാറുണ്ട് അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന 2 പേപ്പർ ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അടിഭാഗം തുളച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കയറ് വലിച്ചു കെട്ടുക, എന്നിട്ട് നമ്മളൊരാൾ വായിൽ പിടിച്ച് മറയാം, മറ്റാൾ ചെവിയിൽ വെക്കുകയും ചെയ്ത് നമ്മൾ പറയുന്ന സൗണ്ട് ഈ സ്ട്രിങ്ങിലൂടെ സഞ്ചരിച്ച് മറ്റേ ആൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ തിമിംഗലങ്ങളൊക്കെ അതിൻ്റെ ശബ്ദം റിഫ്ലക്റ്റഡ് സൗണ്ട് എക്കോ ഉപയോഗിച്ചിട്ടാണ് ഇര പിടിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന ശബ്ദമാണ് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാറുള്ളത്. അപ്പോൾ ഇനി മീഡിയം ഇല്ലാതെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഒരു എയർ പമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. നമ്മൾ ചന്ദ്രനിൽ പോയാൽ ശബ്ദം കേൾക്കാറില്ല എന്ന് പറയും, കാരണം ചന്ദ്രനിൽ എയർ ഇല്ല, മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദം സഞ്ചരിക്കുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത് എന്നാണ്. നമ്മൾ ശബ്ദം കേൾക്കുന്നത് നമ്മളെ ചെവിയിലൂടെയാണ് അല്ലേ? ചെവിയിലൂടെയാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. നമ്മുടെ ചെവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെവി എന്ന് പറഞ്ഞ ഒരു ഹോളാണ്, ഒരു കനാൽ, ഒരു പാത്താണ്. വരുന്ന എയറിനെ നമ്മുടെ ചെവിയുടെ പരന്ന ഭാഗം തടഞ്ഞു നിർത്തും, എന്നിട്ട് അതിനുള്ളിലുള്ള കനാലിലേക്ക്, ആ ഹോളിലേക്ക് കടത്തിവിടും. അങ്ങനെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പാടാന്നൊക്കെ വിളിക്കും. ഇയർ ഡ്രം എന്ന് പറയുന്ന വളരെ ഒരു സ്ട്രെച്ചഡ് മെമ്പറൈൻ ഉണ്ട്, വളരെ സ്മൂത്തായ, വളരെ കട്ടി കുറഞ്ഞ ഒരു സ്ട്രെച്ചഡ് മെമ്പറൈൻ ഉണ്ട്. ഈ വരുന്ന ശബ്ദം ആ മെമ്പറൈനിൽ പോയിട്ട് ഹിറ്റ് ചെയ്യും. അത് നമ്മൾ ഇയർ ഡ്രം എന്ന് വിളിക്കുക. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ അത് ഇന്നർ ഇയറിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ആ ഇന്നർ ഇയറിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് ആ ശബ്ദം പോകും. ഓക്കെ, ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അത് ആരുടെ ശബ്ദമാണ്, എന്ത് ശബ്ദമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ശരിക്കും നമ്മൾ ചെവിയിലൂടെ സൗണ്ട് കേൾക്കുന്ന വൈബ്രേഷൻ കൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ വന്ന് തട്ടുമ്പോൾ ചെവി വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ആ വൈബ്രേഷനിലൂടെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം സൗണ്ട് ഡിസ്കസ് ചെയ്തു. സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണെന്ന് പറഞ്ഞു. സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. ആ മീഡിയം സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. പക്ഷെ എന്തായാലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യനിലെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വോയിസ് ബോക്സിൽ ആണ്. വോയിസ് ബോക്സിൽ നാരോ സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വോയിസ് ബോക്സിലൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വോയിസ് ബോക്സ് പ്ലേസ് ചെയ്തിട്ടുള്ള എയർ പൈപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് പൈപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. ലങ്സിൽ നിന്നുള്ള എയർ അതിലൂടെ പുഷ് ചെയ്യുമ്പോഴാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ ചെവിയിലൂടെയാണ്. ഇയർ കനാലിൽ എത്തുന്ന സൗണ്ട് നമ്മുടെ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. ആ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ബ്രെയിനിലേക്ക്, ഇന്നർ ഇയറിലേക്ക് സൗണ്ട് പോകുന്നത്. ആ ഇന്നർ ഇയറിൽ നിന്ന് നേരെ ബ്രെയിനിലെത്തും. അങ്ങനെ നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി കഴിയും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.